അച്ഛൻ വീട്ടിലില്ല. രാധിക വരാൻ ഇനി ഒരുപാട് സമയമെടുക്കും. ഇപ്പൊ നമ്മൾ കയറി ചെന്നാ അവിടെ ജയഭാരതിയും അമ്മയും മാത്രമേ കാണൂ. ഈ പുറത്തു പോയിരിക്കുന്നതിൽ ആരെങ്കിലും ഒരാൾ തിരിച്ചു വന്നാ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ജയഭാരതിയുടെ മുന്നിൽ കളി നടക്കില്ല. നീ ഇറങ്ങ. കണിമംഗലം സ്വന്തമാക്കാൻ ചന്ദ്രശേഖരനോടൊപ്പം ഞാൻ ഇറങ്ങി തിരിച്ചത് ഒരു പകയുടെ കനല് കെടാതെ എന്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാ. പകയോ? ആരോട്? എന്തിന്? ഞാൻ എന്റെ പ്രതികാരം പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമേ മറ്റൊരാളോട് ഞാനത് പറയൂ. കണിമംഗലം സ്വന്തമാക്കി ചന്ദ്രശേഖരനെ ഞാൻ എന്റെ വലയിലിട്ടിരിക്കുന്നതേ അതിനു വേണ്ടിയാ. സാറയുടെ പക ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതാളിക്കത്താൻ ഇനിയുമുണ്ട്. അതാളിക്കത്തുമ്പോ പൊള്ളലേൽക്കുന്നവനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ നിന്നോട് പറയും അവനോടായിരുന്നു എന്റെ പകയെന്ന്. മോനെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മോനോട് ഇതൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? പറഞ്ഞിട്ട് കേൾക്കുന്നില്ലേ മോളെ? എന്റെ അമ്മ ഇതൊക്കെ വലിയ ജോലിയാണോ? അമ്മ പറയുന്നത് കേട്ടാ ഞാനെന്തോ പണിയെടുത്ത് ക്ഷീണിച്ചു കിടക്കുന്ന പോലെ തോന്നുമല്ലോ. ഒന്നുമില്ല, പറഞ്ഞേ ഉള്ളൂ. മോളെ, സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റ് എടുത്തല്ലോ അല്ലേ? എടുത്തമ്മേ. ഇല്ലെങ്കിൽ തന്നെ അതൊക്കെ എന്റെ മനസ്സിലുണ്ട്. എടോ, ഞാനേ ഒരു ഐഡിയ പറയട്ടെ. പറഞ്ഞോ, പക്ഷെ കൊള്ളാവുന്നതാവണം. ഇത് കൊള്ളാവുന്നേ. ഇപ്പോ നമ്മുടെ ഈ ഫുഡിന്റെ പരിപാടി പതുക്കെ പതുക്കെ മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുക. ഈ ഫുഡിന്റെ ക്വാളിറ്റി അനുസരിച്ച് ഇനിയും അത് മെച്ചപ്പെടും. അതിലെനിക്കൊരു സംശയമില്ല. അതിന് അല്ല, എല്ലാ ജോലികളും നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് വീതം വെക്കണം. ഇപ്പോ പാചകത്തിന്റെ കാര്യത്തില് തനിക്ക് എന്തായാലും മാറി നിൽക്കാൻ പറ്റില്ലല്ലോ അല്ലേ? താൻ ഫുൾ ടൈം അവിടെ ഉണ്ടായിരിക്കും. തന്നെ സഹായിക്കേണ്ടത് അമ്മയാണല്ലോ. പിന്നെ ഈ എനിക്കും അച്ഛനൊക്കെ ചെയ്യാനുള്ളത് ഈ ഓർഡർ വരുന്ന സംഭവങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാന്നുള്ളതാ. ഞാനൊരു കാര്യം ചെയ്യാം. ഈ പരിപാടി ഞാൻ അങ്ങ് ഏറ്റെടുക്കാം. ഏത് പരിപാടി? അല്ല, ഈ ഫുഡ് കൊണ്ട് കൊടുക്കുന്നതേ. എടോ, ഒരു 2 ദിവസം കൊണ്ട് ആറ്റുവാശ്ശേരിക്ക് അടുത്തുള്ള സകല സ്ഥലങ്ങളും ഞാൻ പഠിച്ചെടുത്തോളാം. ഐഡിയ പറയട്ടെ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു കൊള്ളാവുന്ന ഐഡിയ പറയാവൂന്ന്. അത് കൊള്ളില്ലേ? ഒട്ടും കൊള്ളില്ല. തൽക്കാലം കണിമംഗലം പരമേശ്വരന്റെ മകൻ വരുണിനെ ഒരു ഡെലിവറി ബോയ് ആയിട്ട് ഇവിടെ അലഞ്ഞു തിരിയാൻ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല. ഇപ്പൊ നമുക്കുള്ള ഓർഡറുകളൊക്കെ കൊടുത്തു തീർക്കാൻ ഞാനൊരാള് മതി. പിന്നെ കയ്യില് നിൽക്കാതെ വരുമ്പോഴല്ലേ നമുക്കത് അപ്പം ആലോചിക്കാം. എടോ, താൻ എന്താ ഈ പറയുന്നത്? ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ടെന്ന് കൂടെ കൂടെ പറയുകയും ചെയ്യും. ഞാൻ എന്തെങ്കിലും ജോലിക്ക് ശ്രമിച്ചാൽ അതിനോട്ട് സമ്മതിക്കത്തില്ല. അതെന്തുകൊണ്ടാ? ഇതിനേക്കാളും വലിയ ജോലി ഒരുപാട് ചെയ്യാനുള്ളതുകൊണ്ടാ. തൽക്കാലം റെസ്റ്റ് എടുക്ക. എന്തായാലും താൻ സമ്മതിക്കില്ലെന്ന് തന്നെയല്ലേ? ഇക്കാര്യം ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് ചിന്തിക്കാം. പോട്ടെ. അവള് പറഞ്ഞാലും കാര്യല്ലേ മോനെ? മോനെ ഇങ്ങനെ ഒരു ജോലിക്ക് ഈ നാട്ടിൽ പറഞ്ഞു വിടുന്നേ? അമ്മേ, കണിമംഗലം എന്ന് പറയുമ്പോ ഏതോ കൊമ്പത്തായിരുന്നു. ഇപ്പൊ അതല്ലല്ലോ അവസ്ഥ. എല്ലാം മാറിയില്ലേ? എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ? കഴിഞ്ഞ ദിവസം വരെ ഞാനിവിടെ ഒരു അഭയാർത്ഥിയായിരുന്നു. ഇപ്പതാ മുത്തശ്ശിയും കൂടെ വന്നു. ഞങ്ങളെ നോക്കാൻ നിങ്ങൾ കഷ്ടപ്പെടുമ്പോ അതിലൊരു പങ്ക് പറ്റാൻ നോക്കുന്നതിൽ ഇപ്പൊ എന്താ കുഴപ്പം? അങ്ങനെ മോൻ വേർതിരിച്ച് കാണണ്ട. ഇതിപ്പോ മോൻ വന്നു, മുത്തശ്ശി വന്നു, ഇനിയിപ്പോ അച്ഛനും അമ്മയും കൂടെ വരുന്നെന്ന് പറഞ്ഞാലും തുറന്ന മനസ്സോടെ ഞങ്ങൾ സ്വീകരിക്കും. അതിലൊരു കണക്ക് പറച്ചിലൊന്നും ഉണ്ടാവില്ല മോനെ. ഇത് നമ്മുടെ കുടുംബമല്ലേ?
അമ്മയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനേ ആ തൊടിയിൽ പോയി ഇല വെട്ടിക്കൊണ്ടുവരാം. അയ്യോ, അത് ഞാൻ പോവാനിരിക്കായിരുന്നു. എന്നാ പിന്നെ ഞാൻ എവിടേക്കെങ്കിലും നാട് വിട്ട് പോകും കേട്ടോ. അല്ല, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിലക്കെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇന്നാ ആ. ഇനി ഇതിന്റെ പേരിൽ പിണങ്ങാനോ നാട് വിട്ടു പോകാനോ ഒന്നും നിക്കണ്ട. താങ്ക്സ് അമ്മേ. സ്നേഹം കൊണ്ട് പറയുന്നത് അതേ അർത്ഥത്തിൽ മനസ്സിലാക്കണം കേട്ടോ. എനിക്കതറിയാം അമ്മേ. രാധിക എന്നെ നിർബന്ധിക്കുന്നതും സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കെന്തോ വെറുതെ ഇരിക്കാൻ തോന്നുന്നില്ല. ആറ്റുവാശ്ശേരിയിലെ മരുമകൻ ഇതെവിടേക്കാ മുത്തശ്ശി? എടി, കയ്യിലിരിക്കുന്ന കത്തി കണ്ട അറിഞ്ഞൂടെ? ഊണുവിൽപ്പനക്കാരിയെ ഇല വെട്ടാൻ വിട്ടിരിക്കുന്നതാ. ഓ, വെറുതെ കിടന്ന് തിന്നണ്ടെന്ന് അവക്ക് തോന്നിക്കാണും. ആ, പണിയെടുപ്പിച്ച് മുതലാക്ക്. എടി പെണ്ണേ, എടി ആരുടെ മനസ്സിലായാലും ഒരു കുശുമ്പ് കുന്നായ്മയൊക്കെ കാണും. ഉം. എടി, അവള് കൊറേ കാലം കണിമംഗലത്ത് കിടന്ന് തറ തുടച്ചും ഇവരുടെയൊക്കെ കാല് തുടച്ചൊക്കെ കിടന്നതല്ലേ. അവൾക്കൊരു സമയം കിട്ടിയപ്പോ പകരം വിട്ടാതിരിക്കോടി. പക്ഷേ അവൾക്കൊരു ഗുണമുണ്ട്. പകരം വീട്ടുന്നതായിട്ടേ ഈ മണ്ടന് തോന്നുകയില്ല. എന്നാലോ അവളത് ചെയ്യിക്കുകയും ചെയ്യും. മുത്തശ്ശി, അച്ഛൻ വീട്ടിലില്ല. രാധിക വരാൻ ഇനി ഒരുപാട് സമയമെടുക്കും. ഇപ്പൊ നമ്മൾ കയറി ചെന്നാ അവിടെ ജയഭാരതയും അമ്മയും മാത്രമേ കാണൂ. ഈ പുറത്തു പോയിരിക്കുന്നതിൽ ആരെങ്കിലും ഒരാൾ തിരിച്ചു വന്നാ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ജയഭാരതിയുടെ മുന്നിൽ കളി നടക്കില്ല. നീ ഇറങ്ങ. ഉം. വാ, പോകാം. ഉം. ഡീ, നമ്മൾ നേരെ അങ്ങ് കയറി ചെല്ലുന്നു. നമുക്ക് പറയാനുള്ളത് ജയഭാരതിയുടെ മുഖത്ത് നോക്കി അങ്ങ് പറയുന്നു. പിന്നെ ജയഭാരതിയെ ഇറക്കി വിടുന്ന കൂട്ടത്തില് വരുണ് വന്ന് മുത്തശ്ശി എവിടുന്ന് ഇറക്കി വിട്ടാ ഞാൻ കൂടി അങ്ങ് പോകുമെന്ന് പറഞ്ഞാ അതിൽ നിനക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ലല്ലോ. വിഷമോ? സന്തോഷല്ലേ മുത്തശ്ശി? കണിമംഗലത്തേക്ക് എന്തായാലും അയാൾക്ക് തിരിച്ചു കയറാൻ പറ്റില്ല. പിന്നെ ഇങ്ങോട്ട് പോവാനാ? ഈ മുത്തശ്ശിയും കൊണ്ട് തെരുവിൽ തന്നെ ഇരിക്കണ്ടേ? അതെത്ര ദിവസം ഇരിക്കും? വൈകുന്നേരം ആവുമ്പോ ഏതെങ്കിലും കടത്തിന് ചെന്ന് കിടക്കും. പിറ്റേ ദിവസം രാവിലെ വിശക്കുമ്പോ കൈ നീട്ടി തെണ്ടും. എടി മോളെ, നീ അങ്ങ് ആശകളൊക്കെ കൂട്ടി കൂട്ടി വെച്ചിരിക്കയല്ലേ.